34-ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം 8-ാമത്തെ അധ്യായമായ വാണ്ടറിങ്സ് കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ 100 ചോദ്യങ്ങൾ 100 ക്വസ്റ്റ്യൻസ് എന്ന 9-ാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഉർവശിയുടെ ശാപം, ഉർവശി ശാപം ഉപകാരം, ഉർവശി ശാപമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ഉർവശി അർജുനനെ ശപിക്കുന്നതും ഇന്ദ്രൻ വന്നിട്ട് ഈ ശാപം പിന്നീട് ഉപകാരമാവും എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ കാമ്യക വനത്തിലാണ് എല്ലാവരും പഞ്ചപാണ്ഡവന്മാരും ഉള്ളത്. പല നദികളിൽ മുങ്ങി, പല സ്ഥലങ്ങളിൽ തീർത്ഥാടനം പോയി, എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് യുധിഷ്ഠിരൻ വീണ്ടും കാമ്യകവനത്തിൽ വന്ന് താമസമാക്കി. ഈ വിവരങ്ങൾ, അതായത് പഞ്ചപാണ്ഡവന്മാർ 9-ാമത്തെ അധ്യായമായ 100 ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഹസ്തിനപുരത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മഹാരാജാവായ ധൃതരാഷ്ട്ര പഞ്ചപാണ്ഡവന്മാരിൽ അർജുനന് ഈ പറയുന്ന പ്രത്യേക കഴിവുകൾ കിട്ടി എന്നുള്ളതും, വിന്ധ്യ മലനിരകളിൽ പോയി അർജുനൻ തപസ്സിരുന്നിട്ട് അർജുനൻ്റെ അച്ഛനായ ഇന്ദ്രനെ പോയി കണ്ടതും, ദേവലോകം സന്ദർശിച്ചതും, പുതിയ അനുഗ്രഹങ്ങളും പുതിയ വരങ്ങളും കിട്ടിയതും മഹാരാജാവ് ധൃതരാഷ്ട്രർക്ക് വാർത്ത ആരിൽ നിന്നോ അറിഞ്ഞ് എത്തി. ഈ വാർത്ത ധൃതരാഷ്ട്രം മനസ്സിലാക്കി. അപ്പോൾ ധൃതരാഷ്ട്ര ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രക്ക് മനസ്സിലൊരു പേടിയും സങ്കടമൊക്കെ ഉണ്ടായി. ഇതൊക്കെ കണ്ടിട്ട് ദുര്യോധനൻ മഹാരാജാവായ ധൃതരാഷ്ട്രത്തിൻ്റെ അച്ഛനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങേക്ക് അങ്ങയുടെ അനുജൻ്റെ മക്കളെ മറക്കാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങേക്ക് അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഒരുപാട് കൂടുതലായിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് ഈ പറയുന്ന യുദ്ധത്തിന് എന്താ പറയുക, യുദ്ധത്തിന് ഫാസ്റ്റായിട്ട് വേണം അറ്റാക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ഭേദം നമുക്ക് ഫാസ്റ്റായിട്ട് എന്തെങ്കിലും യുദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നമുക്ക് പെട്ടെന്ന് എടുക്കണം. അത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്തില്ലെങ്കിൽ അവർ എല്ലാ കഴിവുകളും നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു യുദ്ധം നാളെ ഉണ്ടായാലും നമ്മൾ തോക്കേണ്ടി വരും എന്ന് ദുര്യോധനൻ അച്ഛനോട് പറയുകയാണ്. ഈ ദുര്യോധനൻ അച്ഛനോട് പറയണത് കേട്ടുകൊണ്ടിരുന്ന ശകുനി പറയും, ഇത്ര എളുപ്പമല്ല നിങ്ങൾക്ക് ഈ യുധിഷ്ഠിരനെയും പഞ്ചപാണ്ഡവന്മാരെയും തോൽപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു യുദ്ധത്തിൽ കൂടെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് ശകുനി ദുര്യോധനനോടും, കൗരവന്മാരില്ലേ, ദുര്യോധനൻ്റെ അനുജന്മാർ 100 അനുജന്മാരില്ലേ, അനുജന്മാരോടും ചേർത്തിട്ട് ആരാ പറഞ്ഞു കൊടുക്കണേ? അവരുടെ അമ്മാവനായ ശകുനി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള പഴയ അർജുനനല്ല ഇപ്പോഴത്തെ അർജുനൻ. അർജുനന് അതിഭയങ്കരമായിട്ട് അമാനുഷികമായ കഴിവുകൾ, ഒരു അമാനുഷികം എന്ന് വെച്ചാൽ എന്താ അറിയോ, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറം, സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം ചെയ്യാനുള്ള ശക്തിയും കഴിവുകളും ഇപ്പോൾ നേടിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല പഞ്ചപാണ്ഡവന്മാർ നമ്മളോട് പക തീർക്കാൻ നിൽക്കുകയാണ്. എന്തിനാ പക തീർക്കണേ? ഓർമ്മയില്ലേ? പാഞ്ചാലി വസ്ത്രാക്ഷയ ഓർമ്മയുണ്ടോ കുട്ടിക്ക്? അവരുടെ ഭാര്യയായ പാഞ്ചാലിനെ നമ്മൾ അവമാനിച്ചില്ലേ, അതിനവർ പകരം വീട്ടാണ്ടിരിക്കുവോ? എന്തായാലും അവരിപ്പോൾ തൽക്കാലം വനവാസത്തിലായതുകൊണ്ട് നമ്മൾ സമാധാനത്തിൽ ജീവിച്ചിരിക്കുകയാണ്. യുധിഷ്ഠിരനൊന്നും ഒരിക്കലൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള അത്രയും കാലം ആ വാക്കിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അവർ കമാഖ്യ എന്ന് പറയുന്ന വനത്തിലാണ്. ഇപ്പോൾ അവർ
ഇതുപോലെ മറ്റേ ഈ ആദിവാസികളെ പോലെ അവരിങ്ങനെ വനത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ മറ്റേ ഇതിൻ്റെ ഉള്ളിലും ഇവിടെയൊക്കെ മറഞ്ഞു ജീവിക്കുന്നത് കൊണ്ടും അവർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ വനവാസം നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടുമാണ് നമ്മൾ ഇപ്പോൾ സമാധാനത്തിലിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പോയിട്ട് നമ്മളുടെ രാജാവായിരിക്കുമ്പോൾ നമുക്കുള്ള കുറേ ഗുണങ്ങളുണ്ടല്ലോ. കുതിരകൾ, വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് എല്ലാവരെയും കാണിച്ചു കൊടുക്കാനേ നമുക്ക് കഴിയുള്ളൂ. പക്ഷെ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെയൊക്കെ പറപ്പിക്കും എന്നാണ് പറയുന്നത്. ഇന്നത്തെ നിലയ്ക്ക് ദുര്യോധന ശകുനി പറയണേ, ദുര്യോധന ഇന്നത്തെ നിലയ്ക്ക് നീ രാജാവാണ്, നിനക്ക് സ്വത്തുണ്ട്, നിനക്ക് കഴിവുകളുണ്ട്, നിനക്കിതുണ്ട്. അപ്പോൾ അവരെ മാനസികമായിട്ട് തളർത്താനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഒരു യുദ്ധം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മരിച്ചു പോവും, ജയിക്കാൻ കഴിയില്ല എന്ന് പറയും. നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾ രാജാക്കന്മാരല്ലേ, കമാഖ്യ വനത്തിലേക്ക് പോയിട്ട് അവരെ വേണമെങ്കിൽ നമ്മൾ സന്ദർശിക്കുക, അവരെ നമ്മൾ അപമാനിക്കുക, അവരെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വരാം. നമ്മുടെ രാജകീയ പ്രൗഢിയില്ലേ, നമ്മുടെ വലിയ രാജാക്കന്മാരല്ലേ, നമ്മുടെ വലിയ രാജ്യ പ്രൗഢിയൊക്കെ വേണമെങ്കിൽ അവർക്ക് കാണിച്ച് അവരെ കൊണ്ട് നമ്മൾ മാനസികമായി തളർത്തിയിട്ട് ഒരുതരം ശത്രുതയിൽ നിർത്തിയിട്ട് വരാൻ പറ്റും. നമുക്ക് കുറേ വനപാലകന്മാരും കുറേ ഈ ഇതൊക്കെ അല്ലേ ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയും. ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സംരക്ഷിക്കാൻ പണ്ടത്തെ രാജാക്കന്മാർക്കൊക്കെ ഗേറ്റിലൊക്കെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടാവല്ലോ. അതുപോലെയുള്ള ആൾക്കാരെ നമുക്ക് അവിടെയൊക്കെ നിർത്തി ഇവരെ ഇങ്ങനെ ഇതാക്കാൻ പറ്റും, ഇവരെ കുറച്ച് അവമാനിക്കാൻ പറ്റും എന്നുള്ളത്. കാരണം ഇവർ രാജാക്കന്മാരാണല്ലോ. നമ്മളെന്താ പറയുന്നത്, നമ്മൾ കാടൊക്കെ നിരീക്ഷിക്കാൻ വരുന്ന പോലെയൊക്കെ പോയിട്ട് അവരോട് എന്തെങ്കിലും ഒരു ഇതൊക്കെ പോലെ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരെ കുറച്ച് ഭീഷണിപ്പെടുത്തി മാനസികമായി തളർത്തിയിട്ട് വരാം എന്ന് തീരുമാനിക്കുകയാണ് ഇവരൊക്കെ. മനസ്സിലായോ? കാട്ടിൻ്റെ ഉള്ളിൽ ഇവർ പഞ്ചപാണ്ഡവന്മാർ മര്യാദയ്ക്ക് ജീവിക്കുന്ന സമയത്ത് ഇപ്പം എന്ത് ചെയ്തു, ധൃതരാഷ്ട്രയുടെ അനുവാദത്തോടു കൂടി ദുര്യോധനൻ എന്ത് ചെയ്ത് കമാഖ്യയുടെ അടുത്ത് വലിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇവരെല്ലാവരും കുറേ ആൾക്കാർ, രാജ്യത്തിലത്തെ കുറച്ച് തോഴിമാർ, കുറേ ആൾക്കാർ, മറ്റേ പട്ടാളക്കാർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുമായിട്ട് രാജാവ് അവിടെ ഈ കമാഖ്യ വനത്തിൽ ഈ പഞ്ചപാണ്ഡവന്മാർ താമസിക്കുന്നതിൻ്റെ അടുത്ത് വളരെ ഗംഭീരമായിട്ട് ഇതൊക്കെ ഭക്ഷണവും വസ്ത്രങ്ങളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു സംഭവം, ഒരു ക്യാമ്പ് പോലെ അവർ സെറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ കുറേ കളർഫുള്ളായിട്ടുള്ള ലൈറ്റും കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ആഘോഷം, പണ്ടത്തെ കാലത്തെ ആഘോഷങ്ങളാട്ടോ അതൊക്കെ, ഒരു ആഘോഷ ഉത്സവം പോലെ അവിടെ ഒരുക്കി. ആ ഉത്സവത്തിലാണ് ഇവരെന്തിനാ ഇങ്ങനെ ഒരു ഉത്സവം ഒരുക്കിയേ? അവരെ യുദ്ധം ചെയ്യിപ്പിക്കാനില്ല, അവർ ശരിക്കും പറഞ്ഞാൽ അവരെ അപമാനിക്കാൻ നോക്കണം, അവരെ മാനസികമായിട്ട് തളർത്താൻ നോക്കുകയാണ്. അപ്പോഴേ അപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. മനസ്സിന് സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ശക്തി ഉണ്ടാവില്ല. അങ്ങനെ അവരൊരു കാര്യം ചെയ്തു. ദുര്യോധനൻ നേരിട്ട് ദുര്യോധനൻ്റെ പട്ടാളക്കാരും പടകളും ഒക്കെ വന്ന് അവിടെ ഗംഭീര ആഘോഷം ഉണ്ടാക്കി. ആഘോഷം പോലെ അവരെല്ലാ സ്ഥലങ്ങളൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചു. അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? അവര് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാർ ഇത് കാണുമെന്നും ഇതിൻ്റെ പേരിൽ അവർക്ക് ഇതാക്കുമെന്നുള്ളതും കണ്ടിട്ട് ഇവർക്ക് ഒരു ഇവരുടെ കഴിവുകളും ഇവരുടെ പട്ടാളക്കാരും ഇവരുടെ ആയുധങ്ങളും ഇവരുടെതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പേടിച്ചെന്നിരിക്കുമല്ലോ. അതാണ് അവരുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയിലാണ് അവർ അവിടെ ഇങ്ങനെ ഒരു ഒരുക്കം ഒരുക്കിയത്.
അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് എന്നിട്ട് അവിടെ പോയി ഒരുക്കി വെച്ചു. അവർ ശ്രദ്ധിക്കുന്നുള്ളവർ. എന്നിട്ട് അവിടെ എത്തിയ ഉടനെ ദുര്യോധനൻ എന്ത് ചെയ്ത് ഒരു ദൂതനെ പറഞ്ഞയച്ചു. പഞ്ചപാണ്ഡവന്മാരുടെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ദൂതൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? ആ ആരാണ്? അവരവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കി പറഞ്ഞു കൊടുക്കണം ദൂതൻ. ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്ദേശം ഇവിടെ കൊണ്ടുപോയി അവിടെ കൊടുക്കുക. ശരിക്കും ദൂതൻ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു പോസ്റ്റ്മാൻ എന്നാണ് അർത്ഥം. പോസ്റ്റ്മാൻ എന്താ ചെയ്യുക? ഒരു ലെറ്റർ വന്ന് കൊടുക്കുക. അതുപോലെ ഒരു ദൂതൻ എന്താ ചെയ്യുക? കാര്യം വന്ന് പറഞ്ഞു കൊടുക്കുക. അന്ന് ഈ എഴുത്തുമാനി അത്ര ഇതല്ലല്ലോ, പ്രശസ്തമായിട്ടില്ലല്ലോ. പിന്നെ പലതരം ഭാഷകളും ഉണ്ടായിരുന്നല്ലോ. എഴുത്തുമാനി ഉണ്ടായിരുന്നു, അന്ന് എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എഴുതിയല്ല, പറഞ്ഞിട്ട് വാക്കുകൾ കൊണ്ടാണ് പോയി സംസാരിക്കുക. അതിനാണ് മെസ്സഞ്ചർ എന്ന് പറയുക ഇംഗ്ലീഷിൽ. അപ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്ത് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ആരുടെ അടുത്തേക്ക്? പാണ്ഡവന്മാരുടെ അടുത്തേക്ക്. പക്ഷെ എന്ത് പറ്റി? ഈ ദൂതന് ഒരു പുഴ കടന്നിട്ട് വേണം, അപ്പുറത്തേക്ക് പോയിട്ട് വേണം പഞ്ചപാണ്ഡവന്മാരോട് സംസാരിക്കാൻ. പക്ഷെ ഈ പുഴ കടക്കാൻ എന്ത് ചെയ്ത് ഒരു കാവൽക്കാരൻ അവിടെ പുഴയ്ക്കുണ്ടായിരുന്നു. ഈ കാവൽക്കാരൻ എന്ത് ചെയ്ത് ഈ ദൂതനെ അങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള അനുവാദം കൊടുത്തില്ല. ഈ ദൂതൻ്റെ പേരാണ് ഗാന്ധർവ. ദൈവങ്ങളെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ദൂതനെ പറഞ്ഞയച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ദൂതൻ അവിടെ ചെന്നപ്പോൾ ദൂതനും ഈ കാവൽക്കാരും തമ്മിൽ എന്തായി? തർക്കമായി. ദൂതൻ പറഞ്ഞു, ഞാനൊരു ദൂതുമായിട്ട് പഞ്ചപാണ്ഡവന്മാരെ കാണാൻ പോകണം, എനിക്ക് പോകണം. കാവൽക്കാരൻ എന്ത് പറഞ്ഞാൽ പുഴയിൽ നീ ഇറങ്ങാൻ പാടില്ല, പുഴയിലേക്ക് നിന്നെ കയറ്റി വിടാനുള്ള അനുവാദം എനിക്കില്ല, അതുകൊണ്ട് പുഴയിലേക്ക് നീ പോകരുത് എന്ന് പറഞ്ഞു. ഇത് ഇവർ തമ്മിൽ ചെറിയ അടിയായി. ഇപ്പോൾ ഗാന്ധർവന്മാരുടെ പടകളും ദുര്യോധനൻ്റെ പടയും തമ്മിൽ യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഈ യുദ്ധത്തിൽ എന്ത് പറ്റി? യുദ്ധമല്ല, ഒരു ചെറിയ എന്താ പറയുക, സംഘർഷം എന്ന് പറയും കേട്ടോ. യുദ്ധം എന്ന് പറയുന്നത് വളരെ കൂടിയ നിലയിലുള്ള യുദ്ധമാണ്. ആയുധങ്ങളും വെച്ചിട്ട് ഇതൊക്കെ ആയിട്ട് രണ്ട് രാജ്യങ്ങളും ഇവരൊക്കെ തമ്മിൽ ചെറിയ സംഘർഷങ്ങളാണ് നടക്കുക. ചെറിയ സംഘർഷം എന്ന് പറയും കേട്ടോ. സംഘർഷത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയും. യുദ്ധത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ വാർ എന്ന് പറയും. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധം പോലെ ഈ സംഘർഷം നടന്നപ്പോൾ എന്ത് പറ്റി? ഇവിടെ ദുര്യോധനൻ്റെ കൂടെ കർണനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ദുര്യോധനനും ആ ഗാന്ധർവന്മാരും തമ്മിൽ ഒരു സംഘർഷം നടന്നു. ആ സംഘർഷത്തിൽ ദുര്യോധനൻ്റെ പട്ടാളക്കാരും ദുര്യോധനൻ്റെ സൈന്യം മുഴുവനും തോറ്റു. ഒരുപാട് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ദുര്യോധനനെ വിലങ്ങിട്ടിട്ട് ദുര്യോധനനെ കീഴടക്കി കയ്യാമം വെച്ചുകൊണ്ട് ദുര്യോധനനെ പിടിച്ചുകൊണ്ട് പോയി. ആര് പിടിച്ചോണ്ട് പോയി? പഞ്ചപാണ്ഡവന്മാരായിട്ട് നടന്നിട്ടില്ലല്ലോ, ഗാന്ധർവന്മാരല്ലേ. അങ്ങനെ കടന്നാലല്ലേ പഞ്ചപാണ്ഡവന്മാരാവുള്ളൂ. അങ്ങനെ കടക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. അതിന് മുമ്പേ നടന്ന സംഘർഷമല്ലേ ഇത്. അങ്ങനെ സംഘർഷത്തിൽ ദുര്യോധനനെ ഗാന്ധർവന്മാർ കീഴടക്കി എന്നുള്ളത് എന്താണ്? കീഴടക്കി എന്നുള്ളത് കർണൻ്റെ അടുത്ത് വാർത്ത വന്നു. അതുവരെ കർണൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഈ പറയുന്ന സംഭവം കർണൻ അറിഞ്ഞ ഉടനെ കർണൻ നേരെ യുദ്ധത്തിന് വേണ്ടി പോയി. അതേ സമയത്ത് യുധിഷ്ഠിരൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. യുധിഷ്ഠിരൻ്റെ ഏട്ടൻ്റെ മകനാണ് ദുര്യോധനൻ എന്ന് പറഞ്ഞ് ഭീമനെയും അർജുനനെയും കൂടി പറഞ്ഞു വിട്ടു. അപ്പോൾ യുധിഷ്ഠിരൻ പറയണേ, എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ അനുജന്മാരാണ് ദുര്യോധനൻ, എൻ്റെ അനുജന്മാരാണ് ദുര്യോധനനും കൗരവന്മാരും. പുറത്തു നിന്നുള്ളൊരു ഗാന്ധർവന്മാർക്ക് വന്നിട്ട് എൻ്റെ
അനുജന്മാരായ ദുര്യോധനനെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ യുധിഷ്ഠിരൻ പറയാ, ഭീമ, അർജുന, ഇങ്ങോട്ട് വരൂ, ദുര്യോധനനെ രക്ഷിക്കാൻ നിങ്ങൾ പോകണം എന്ന് ഭീമനോടും അർജുനനോടും ആരാണ് കൽപ്പിച്ചത്? യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ്റെ കൽപ്പന പ്രകാരം ഭീമനും അർജുനനും കർണനും എല്ലാവരും ചെന്നു. എന്നിട്ട് അവർ ചെന്ന ഉടനെ അവരെന്ത് ചെയ്ത് ഗാന്ധർവന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെന്ത് ചെയ്ത് ദുര്യോധനനെ സ്വതന്ത്രനാക്കി. ഗാന്ധർവന്മാരുടെ നിയന്ത്രണം ആർക്കറിയോ? ദേവലോകത്തിലെ ഗാന്ധർവന്മാരെന്ന് പറഞ്ഞാൽ ദേവലോകത്തിലെ സൈന്യമാണ്. ദേവലോകത്തിലെ രാജാവാരാണ്? ഇന്ദ്രൻ. അപ്പൊ ഭീമനും അർജുനനും വരുമെന്ന് കേട്ട ഉടനെ ഇന്ദ്രൻ പറഞ്ഞു ഗാന്ധർവന്മാരോട്, ഇനി നിങ്ങൾ യുദ്ധം ചെയ്യരുത്, എൻ്റെ മക്കളാണ് വരുന്നത്, അതുകൊണ്ട് ഒരു യുദ്ധത്തിന് പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കീഴടക്കിയ ദുര്യോധനനെ രക്ഷിക്കാൻ വന്നതാരാണ്? അർജുനനും ഭീമനും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ദുര്യോധനൻ ഒരുപാട് അഹങ്കാരം കാണിക്കാൻ വേണ്ടി പഞ്ചപാണ്ഡവന്മാരെ അഹങ്കാരം കൊണ്ടും ഇതുകൊണ്ടും നാണക്കെടുത്താൻ വേണ്ടി അവിടെ ചെന്ന് ഇങ്ങനെ ഒരു നാടകം കളിച്ചിട്ട് ദുര്യോധനൻ സ്വയം അവമാനിക്കപ്പെടേണ്ടി വന്നു. അവസാനം ദുര്യോധനൻ എന്ത് പറ്റി? പഞ്ചപാണ്ഡവന്മാരുടെ സഹായത്തോടു കൂടി കർണനും വന്നു കേട്ടോ. കർണനും ദുര്യോധനനെ സഹായിക്കാൻ വന്നു. ദുര്യോധനെ സ്വതന്ത്രനാക്കണമല്ലോ, ദുര്യോധനൻ രാജാവല്ലേ. ദുര്യോധനൻ പക്ഷേ പഞ്ചപാണ്ഡവന്മാരോട് നന്ദി പറയേണ്ടി വന്നു. എന്തിനാണ്? അല്ലെങ്കിൽ ദുര്യോധനൻ ആകെ അവമാനിക്കപ്പെട്ടു, ഓൾറെഡി അവമാനിക്കപ്പെട്ടു. ദുര്യോധനനെ കെട്ടിവലിച്ചുകൊണ്ട് പോയപ്പോൾ രക്ഷിക്കാൻ വന്നതാരാണ്? പഞ്ചപാണ്ഡവന്മാർ. ദുര്യോധനൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മക്കളായ പഞ്ചപാണ്ഡവന്മാർ. അങ്ങനെ പഞ്ചപാണ്ഡവന്മാരുടെ സഹായത്തോടു കൂടി ദുര്യോധനൻ ഈ പറയുന്ന അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ഈ പറയുന്ന അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ വലിയ ആൾക്കാരാണെന്ന് പ്രദർശിപ്പിക്കാനോ ഇത് ചെയ്യാനോ നോക്കരുത്. ചിലപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടേണ്ടി വരും. അവസാനം അവരെന്നെ വന്ന് നമ്മളെ രക്ഷിക്കേണ്ട നിലയിലെത്തുമല്ലോ. അതുകൊണ്ട് നമ്മളെന്നും അഹങ്കാരത്തോടു കൂടി ഒരു കാര്യം ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ ആവശ്യമില്ലാതെ പോയി നമ്മൾ വലിയ ആൾക്കാരാണെന്ന് തെളിയിക്കാൻ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ തോറ്റിട്ട് അവമാനപ്പെട്ടിട്ട് തിരിച്ച് മടങ്ങി വരേണ്ടി വരും. മനസ്സിലായോ? ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കിയ? നമ്മൾ വേറെ മുമ്പിൽ പോയിട്ട് നമ്മൾ വലിയ ആളാണ് കാണിക്കാമെന്ന ചിലപ്പോൾ നമ്മൾ നാണം കെടും. വെരി ഗുഡ്. അപ്പോൾ സൂക്ഷിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അങ്ങനെ നിൽക്കുമ്പോൾ പഞ്ചപാണ്ഡവന്മാർ ദ്വൈതവനത്തിലേക്കല്ലേ നിൽക്കണേ. അവർ വീണ്ടും തിരിച്ച് കാമ്യവനത്തിൽ നിന്ന് ദ്വൈതവനത്തിലേക്ക് വീണ്ടും അവർ മാറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്ഥലത്ത് തീർത്ഥാടനത്തിന് പോകാൻ പറഞ്ഞിട്ടില്ലേ. തീർത്ഥാടനം എന്ന് വെച്ചാൽ എന്താണ്? കുറേ വെള്ളങ്ങളിൽ പോയി നനയുക, കുളിക്കുക, ഗോദാവരി, ഗംഗ, യമുന, അതുപോലെ കുറേ അമ്പലങ്ങൾ സന്ദർശിക്കുക. അമ്പലം സന്ദർശിക്കുന്നതിനാണ് ശരിക്കും തീർത്ഥാടനം എന്ന് പറയാം. തീർത്ഥാടനം എന്ന് മലയാളത്തിൽ പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ അറിയോ? പിൽഗ്രിമേജ്. പിൽഗ്രിമേജ് എന്ന് വെച്ചാൽ എന്താണ്? തീർത്ഥാടനം. മലയാളത്തിൽ പറയുമ്പോൾ പിൽഗ്രിമേജിന് മലയാളത്തിൽ പറയുന്നത് തീർത്ഥാടനം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവരോട് തീർത്ഥാടനത്തിന് പോകാൻ വേണ്ടി, പഞ്ചപാണ്ഡവന്മാരോട് തീർത്ഥാടനത്തിന് പോകാൻ വേണ്ടി ഓൾറെഡി ഇവർ വന്ന് ഉപദേശിച്ച് പോയിട്ടില്ലേ. അങ്ങനെയുള്ള സമയത്ത് പിന്നെ ഇവർ വീണ്ടും ദ്വൈതവനത്തിലേക്ക് വന്ന് തീർത്ഥാടനം പൂർത്തിയാക്കണമല്ലോ. ഇനി കുറേ അമ്പലങ്ങളൊക്കെ സന്ദർശിക്കണമല്ലോ. ദ്വൈതവനത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? ദ്വൈതവനത്തിൽ നിറച്ച് പഴങ്ങളും കായ്കളും കനികളും ഒക്കെ ഉണ്ട്.
അന്നത്തെ കാലത്ത് മരത്തിൽ നിന്നും പഴങ്ങൾ നേരിട്ട് പറിച്ച് കഴിക്കുക. അങ്ങനെയൊക്കെയാണ് രാജാക്കന്മാർ വനവാസത്തിലൊക്കെ ഉള്ളപ്പം ജീവിക്കുന്നുണ്ടായിരുന്നത്. എങ്ങനെ എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുക? കാട്ടിൽ പ്രകൃതി തരുന്ന ഭക്ഷണമാണ് കഴിക്കുക. ഈ വനവാസത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശക്തി വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറേ പഴങ്ങളും പച്ചക്കറികളും സാധാരണ ഭക്ഷണങ്ങളല്ല കഴിക്കുന്നത്, കാട്ടിലത്തെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. ദ്വൈതവനത്തിൽ ഒരുപാട് പഴങ്ങളുള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അന്നത്തെ കാലത്താണ് പറയുന്നത്. അപ്പോൾ പക്ഷെ പഞ്ചപാണ്ഡവന്മാർക്ക് നല്ല നല്ല ശക്തിയുള്ള ഭക്ഷണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദ്വൈതവനത്തിൽ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ രാജാക്കന്മാർക്കും കാടുകളിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ശക്തി ഉണ്ടാവുന്നത്, ഒരുപാട് കഴിവുകൾ നേടിയെടുക്കുന്നത്. ഒന്ന് രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നല്ല ഭക്ഷണങ്ങളും വേവിച്ച ഭക്ഷണങ്ങളും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ശക്തി ഇല്ലാണ്ടാവും. കാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യണേ? നേരിട്ടുള്ള പഴങ്ങളും കാട്ടിലുള്ള ഭക്ഷണവും കാട്ടുതേനൊക്കെയാണ് കുടിക്കുക. കാട്ടുതേനൊക്കെ ഭയങ്കര ശക്തിയാണ്. അങ്ങനെ കാട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് അവർക്ക് നല്ല ശക്തി വരുന്നത്. അങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ഇവരുടെ ദ്വൈതവനത്തിൽ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഒരു ബ്രാഹ്മണൻ എത്തിപ്പെട്ടു. ഈ ബ്രാഹ്മണൻ എന്തിനാ ഇവിടെ വന്ന? വളരെ ദേഷ്യത്തിലാണ് ഈ ബ്രാഹ്മണൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തിനാ ഈ ബ്രാഹ്മണൻ ഇവിടെ എത്തിയേ? ദ്വൈതവനത്തിൽ പഞ്ചപാണ്ഡവരെ കാണാൻ വേണ്ടി ഒരു ബ്രാഹ്മണൻ വന്നു. അജൂട്ടാ ഉറങ്ങിയോ? കണ്ട ഉറങ്ങിയോ? ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുന്നതാണ്. ഇത് നമ്മൾ 9ാമത്തെ അധ്യായമായ 1000 ചോദ്യങ്ങൾ 1000 ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ ഭാഗമാണ് കേട്ടത്. കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.